മാലിദ്വീപിന്റെ ആകാശത്ത് അവസാനത്തെ പുലരിയും വിരിഞ്ഞു. എന്നും കാണാറുള്ള നീല വെളിച്ചത്തിന് ഇന്ന് വല്ലാത്തൊരു ശാന്തതയുള്ളതുപോലെ അല്ലിക്ക് തോന്നി. അവൾ ആ വലിയ ജനാലയ്ക്കരികിൽ വന്ന് പുറത്തെ കടലിലേക്ക് നോക്കി നിന്നു. തിരമാലകൾ പതിവ് പോലെ വെള്ളിയുടെ തൂണുകളിൽ വന്നടിച്ച് ചിതറുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ ശബ്ദത്തിന് ഒരു വിരഹത്തിന്റെ ഈണമുണ്ടായിരുന്നു. കാരണം ഏതാനും മണിക്കൂറുകൾക്കകം അവർക്ക് ഈ തുരുത്തിനോട് വിട പറയേണ്ടതുണ്ട്. മുറിക്കുള്ളിൽ ബാഗുകൾ ഓരോന്നായി എടുത്തു വയ്ക്കുന്ന ശബ്ദം കേട്ടാണ് അല്ലി തിരിഞ്ഞു നോക്കിയത്. ആയിഷ് തന്റെ വസ്ത്രങ്ങളെല്ലാം കൃത്യമായി മടക്കി ബാഗിലേക്ക് വെക്കുകയായിരുന്നു. യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആ ഗൗരവമല്ല ഇപ്പോൾ അവന്റെ മുഖത്തുള്ളത്. എന്തോ വലിയൊരു ചിന്ത അവനെ അലട്ടുന്നുണ്ടെന്ന് അവന്റെ നെറ്റിയിലെ ചുളിവുകളിൽ നിന്നും അല്ലിക്ക് മനസ്സിലായി. എല്ലാം എടുത്തു കഴിഞ്ഞോ ആയുഷ്? അല്ലി പതുക്കെ ചോദിച്ചു. വസ്ത്രങ്ങളെല്ലാം എടുത്തു. നിന്റെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ അല്ലി? 12 മണിയാകുമ്പോൾ റിസോർട്ടിന്റെ ബോട്ട് താഴെ വരും. അതിനു മുമ്പ് നമുക്ക് താഴെ പോയി കണക്കുകളെല്ലാം തീർക്കണം. ആയുഷ് ബാഗിന്റെ സിബ് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. എന്റേതെല്ലാം റെഡിയാണ്. അല്ലി തന്റെ ചെറിയ ഹാൻഡ് ബാഗ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും വില്ലയ്ക്ക് പുറത്തിറങ്ങി. ആ മരപ്പാലത്തിലൂടെ അവസാനമായി നടക്കുമ്പോൾ അല്ലി ഓരോ വില്ലകളെയും താഴെ നീന്തി കളിക്കുന്ന പരൽ മീനുകളെയും കണ്ണുകളിൽ ഒപ്പിയെടുക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം ഈ സ്ഥലത്തെ ഒരു കെണിയായിട്ടാണ് കണ്ടതെങ്കിൽ ഇന്ന് ഇവിടം വിട്ടുപോകാൻ അവളുടെ മനസ്സ് വല്ലാതെ മടിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷനിൽ ചെന്ന് ആയിഷ് കാർഡുകൾ തിരികെ നൽകി. അവിടുത്തെ പെൺകുട്ടി പതിവ് പോലെ പുഞ്ചിയോട് ചോദിച്ചു. മിസ്റ്റർ നിഖിൽ, മിസ്സിസ് സനാമിക, നിങ്ങളുടെ ഹണിമൂൺ യാത്ര സന്തോഷകരമായിരുന്നോ? ആയിഷ പതുക്കെ അലിയുടെ മുഖത്തേക്ക് നോക്കി. അലിയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആയിഷ പെൺകുട്ടിയോട് പറഞ്ഞു. അതെ, വളരെ സന്തോഷകരമായിരുന്നു. താങ്ക് യു. റിസോർട്ടിന്റെ വലിയ സ്പീഡ് ബോട്ട് ജെട്ടിയിൽ വന്നെടുത്തു. ജീവനക്കാർ അവരുടെ ബാഗുകൾ ബോട്ടിലേക്ക് കയറ്റി. ബോട്ട് പതുക്കെ കരവിട്ട് നീങ്ങിയപ്പോൾ അല്ലി ആ തുരുത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. ദി ഓഷ്യൻ പാരഡൈസ് എന്ന ബോർഡ് ദൂരെ മറയുന്നതുവരെ അവൾ കൺചിമാതെ നോക്കി നിന്നു. ബോട്ട് അതിവേഗം തിരമാലകളെ കീറി മുറിച്ച് മുന്നോട്ട് പായുമ്പോൾ ആയിഷ് അവളെ തൊട്ടടുത്ത് വന്നിരുന്നു. അല്ലി, നാട്ടിലെത്തിയാൽ നമ്മൾ എങ്ങനെയാണ് വീട്ടുകാരോട് കാര്യങ്ങൾ പറയുക? ആയിഷ തന്റെ മനസ്സിൽ കുറെ നേരമായി അലട്ടിക്കൊണ്ടിരുന്ന ആ ചോദ്യം ഒടുവിൽ പുറത്തെടുത്തു. അല്ലി കുറച്ചു നേരം മൗനമായിരുന്നു. കടൽക്കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു. എനിക്കറിയില്ല ആയിഷ്. നിഖിലിന്റെയും ആനിയുടെയും കല്യാണം കഴിഞ്ഞതേയുള്ളൂ. അവർ തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുന്ന ഈ സമയത്ത് നമ്മളെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ വലിയൊരു കുടുംബ പ്രശ്നത്തിനോ അല്ലെങ്കിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾക്കോ കാരണമായേക്കാം. അനാമികയ്ക്കും നിഖിലിനും പകരം നമ്മൾ പോയതും അവിടെ വെച്ച് നമ്മൾ പ്രണയത്തിലായതും വീട്ടുകാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ പറയുന്നത് ശരിയാണ്, ആയിഷ് തലയാട്ടി. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ നീ എത്രമാത്രം സ്ഥാനം ഉറപ്പിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. ബിസിനസ്സിലെ ലാഭനഷ്ടങ്ങൾ നോക്കുന്നത് പോലെ എനിക്ക് ഈ വികാരത്തെ തള്ളിക്കളയാൻ കഴിയില്ല. നാട്ടിലെത്തിയാൽ നമ്മൾ സാധാരണ പോലെ നടക്കും. ആനിയെങ്കിലും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അനുയോജ്യമായ ഒരു സമയം നോക്കി ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും, നിന്റെ കൈ പിടിക്കാൻ. അത് മതിയോ? ആയിഷ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആയിഷിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അലിയുടെ ഉള്ളിലെ എല്ലാ ആശങ്കകളും ഒഴിഞ്ഞുപോയി. ഒരു പെൺകുട്ടി തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പായിരുന്നു അത്. അവൾ തൻ്റെ വലതു കൈ പതുക്കെ ആയിഷിൻ്റെ കൈവെള്ളയിലേക്ക് വെച്ചു. ആദ്യമായിട്ടാണ് അവർ പരസ്പരം തൊടുന്നത്. ആയിഷ അവളുടെ വിരലുകളിൽ മുറുകെ പിടിച്ചു. ആ തണുത്ത കടൽക്കാറ്റിലും അവരുടെ കൈകൾക്ക് വല്ലാത്തൊരു ചൂടായിരുന്നു. ഉച്ച കഴിഞ്ഞ് അവർ വലാന എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ പരിശോധനകളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള വിമാനത്തിൽ കയറിയിരിക്കുമ്പോഴും അവരുടെ കൈകൾ കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. വിമാനം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ അല്ലി വിൻഡോയിലൂടെ താഴേക്ക് നോക്കി.
ആ കുഞ്ഞു മുത്തുദ്വീപുകൾ പതുക്കെ അകന്നു പോകുന്നത് അവൾ കണ്ടു. തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച ആ തുരുത്തിനോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ആയിഷയുടെ തോളിലേക്ക് പതുക്കെ തലചായ്ച്ചു. ആയിഷ അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. ഏകദേശം 2 മണിക്കൂറിലേറെ യാത്രയ്ക്ക് ശേഷം വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. കേരളത്തിൻ്റെ ആ തനതായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ 2 പേർക്കും ഒരു പുതിയ ഉണർവ് തോന്നി. എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ ദൂരെ അവരെ കാത്ത് നിഖിലും ആനയും നിൽക്കുന്നുണ്ടായിരുന്നു. ആനയുടെ മുഖത്ത് ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല. അവൾ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. ചേച്ചി, ആയിഷേട്ടാ. അവരെ കണ്ടതും ആനി ഓടി വന്ന് അല്ലി കെട്ടിപ്പിടിച്ചു. ക്ഷമിക്കണം ചേച്ചി, എൻ്റെ അസുഖം കാരണം നിങ്ങളുടെ യാത്ര മുഴുവൻ മോശമായിട്ടുണ്ടാവും അല്ലേ? അല്ലി പതുക്കെ ആയിഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ആയിഷ് ചിരിച്ചുകൊണ്ട് നിഖിലിൻ്റെ തോളിൽ തട്ടി. ഏയ്, ഒട്ടും മോശമായില്ല ആനി. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്താതെ എല്ലാം ഭംഗിയായി കഴിഞ്ഞല്ലോ, അത് മതി. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ തിരികെ വന്നിരിക്കുന്നത്, ആയിഷ ആർദ്രമായി പറഞ്ഞു. നിഖിലിനും ആനിക്കും ആ വാക്കുകളുടെ പിന്നിലെ രഹസ്യം മനസ്സിലാകാതെ ഒന്നിച്ചു ചിരിച്ചു. എന്നാൽ ആയിഷിൻ്റെയും അല്ലിയുടെയും കണ്ണുകൾ പരസ്പരം നോക്കി ആ നിമിഷം മറ്റൊരു സത്യം ഉറപ്പിക്കുകയായിരുന്നു. അവർ 2 പേരും 2 വണ്ടികളിലായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിക്കാനൊരുങ്ങി. വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ആയിഷ പതുക്കെ അല്ലിയുടെ അരികിലേക്ക് വന്നു. നാട്ടിലെ തിരക്കുകളിലേക്ക് തിരിയുമ്പോൾ എന്നെ മറക്കില്ലല്ലോ പ്രൊഫസർ? അവൻ പതുക്കെ ചോദിച്ചു. ഒരിക്കലുമില്ല, എനിക്ക് ജീവിതം തന്ന ആളെയല്ലേ ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത്, അല്ലി പുഞ്ചിയോടെ മറുപടി നൽകി. വണ്ടികൾ 2 വഴിക്ക് പിരിഞ്ഞു പോകുമ്പോഴും അവരിരുവരുടെയും മനസ്സുകൾ ഒരേ വഴിയിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. വരുന്ന ആളുകളിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഒന്നിച്ച് നേരിടുമെന്ന ഉറപ്പോടെ മാലിദ്വീപിൻ്റെ തീരത്ത് മുട്ടിട്ട ആ പ്രണയം കേരളത്തിൻ്റെ മണ്ണിൽ വേരൂന്നാൻ തുടങ്ങിയിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൻ്റെ തിക്കും തിരക്കും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അന്ന് രാത്രി അലിക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ജനാലയ്ക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നാട്ടിലെ തെങ്ങിൻ തോപ്പുകൾക്ക് മുകളിലൂടെ നേർത്തൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. കയ്യിലെ ഫോണിലേക്ക് അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. മാലിദ്വീപിലെ ആ നീലക്കടലും വാട്ടർ വില്ലിയും ഇപ്പോൾ ഒരു സ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നിയത്. തൊട്ടപ്പുറത്തെ കസേരയിൽ ഉറങ്ങിയിരുന്ന തൻ്റെ പാദത്തിൽ നിന്നും മുള്ളെടുത്ത് തന്ന ആയിഷിൻ്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പെട്ടെന്നാണ് കയ്യിലെ ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്തത്. നോക്കുമ്പോൾ ആയിഷിന് സന്ദേശമായിരുന്നു. വീട്ടിലെത്തിയോ അല്ലേ? ഉറങ്ങിയില്ലേ? അവൾ വേഗത്തിൽ മറുപടി അയച്ചു. എത്തി ആയിഷ്, ഉറക്കം വരുന്നില്ല. അവിടെയോ? തൊട്ടടുത്ത നിമിഷം തന്നെ ആയിഷിൻ്റെ കോൾ വന്നു. അവൾ ശബ്ദം ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. എന്താ പ്രൊഫസർ ഉറക്കം വരാത്തത്? ആഴക്കടലിൻ്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണോ? അപ്പുറത്ത് നിന്നും ആയുഷിൻ്റെ പതുക്കെയുള്ള ചിരി കേൾക്കാമായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അലി ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ആയുഷ്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയെന്ന്. അവിടെയെല്ലാം ഒരു മാന്ത്രിക ലോകം പോലെയായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാണല്ലേ. ബിസിനസ് കാര്യങ്ങൾ മാത്രം ആലോചിച്ചിരുന്ന എൻ്റെ തലച്ചോറിൽ ഇപ്പോൾ നിന്റെ ആ ചിരി മാത്രമാണ്. നമ്മളെടുത്ത തീരുമാനം മറന്നിട്ടില്ലല്ലോ. ആനിയും നിഖിലും അവിടെ പുതിയ ജീവിതത്തിലേക്ക് ഒന്ന് പൊരുത്തപ്പെടട്ടെ. ഒരു 2 മാസം. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോട് സംസാരിക്കും. നമ്മളുടെ കല്യാണം ഔദ്യോഗികമായി തന്നെ നടത്തും. ആയിഷിൻ്റെ വാക്കുകളിൽ വലിയൊരു ഉറപ്പുണ്ടായിരുന്നു. ആ രാത്രി അവർ ഒരുപാട് നേരം സംസാരിച്ചു. നാട്ടിൽ വെച്ച് പരസ്പരം കാണുമ്പോൾ മുഖം തിരിച്ചു നടന്നിരുന്നവർക്കിടയിൽ ഇപ്പോൾ വാക്കുകളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ ആയിഷ് ബാംഗ്ലൂരിലെ തൻ്റെ ഓഫീസിലേക്ക് തിരികെ പോയി. അവൻ്റെ പതിവ് ബിസിനസ് മീറ്റിങ്ങുകളും പ്രൊജക്റ്റുകളുടെ തിരക്കുകളും വീണ്ടും ആരംഭിച്ചു. അലിയും തന്നെ കോളേജിലേക്ക് പോയി തുടങ്ങി. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആയിഷിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 6ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അതുപോലെ ഇതുപോലത്തെ സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്